നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വയനാട് DCC ട്രഷററുടെയും മകന്റെയും മരണം. കോൺഗ്രസിന്റെ അന്വേഷണ സമിതി കുടുംബത്തോടൊപ്പം മാധ്യമങ്ങളെ കണ്ട ശേഷം കേസെടുത്തതിൽ ദുരൂഹതയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കേസ് കോൺഗ്രസ് രാഷ്ട്രീയമായി നേരിടും. കോട്ടയം ജില്ലയിൽ വേനൽ മധുരം തണ്ണിമത്തൻ കൃഷി തുടങ്ങി. കുടുംബശ്രീ പദ്ധതി. സംസ്ഥാനത്തെ കുടുംബശ്രീ രാജ്യത്തിനാകെ മാതൃകയെന്ന് മന്ത്രി VN വാസവൻ. ചന്ദനക്കുളത്തിനും പേട്ടക്കെട്ടിനും ഒരുങ്ങി എരുമേലി. സുരക്ഷ ശക്തം. വാർത്തകൾ വിശദമായി. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ മരണം സംബന്ധിച്ച് കോൺഗ്രസിന്റെ അന്വേഷണ സമിതി കുടുംബത്തോടൊപ്പം മാധ്യമങ്ങളെ കണ്ട ശേഷം കേസെടുത്തതിൽ ദുരൂഹതയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ മരണത്തിന് ശേഷം ഉയർന്ന വിവാദങ്ങൾക്ക് പിന്നിലെ കോൺഗ്രസിന്റെ അന്വേഷണ സമിതി കുടുംബത്തോടൊപ്പം മാധ്യമങ്ങളെ കണ്ട ശേഷം കേസെടുത്തതിൽ ദുരൂഹതയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കാരണം നോക്കുകയാണ് പോലീസ് എന്ന് അദ്ദേഹം പറഞ്ഞു. കേസ് കോൺഗ്രസ് രാഷ്ട്രീയപരമായി നേരിടും. പോലീസ് കേസെടുക്കുന്ന അതൊരു പാരലൽ ലൈനാണ്. അവർക്കിത് പ്രശ്നത്തിനകത്തൊരു പരിഹാരം ഉണ്ടാകരുത്. അവർക്ക് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഇതൊരു ഉപാധിയായി കിട്ടുമോ എന്നവർ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. ഞാൻ ആ കാരണത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ, ആ പാർട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി സർക്കസുകൾ കാണിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതും അങ്ങ് പേടിച്ച് മുമ്പിലിടാം എന്നാണ് എന്ന് വരികിൽ അത് ജനങ്ങളത് കണ്ടുപോകും. പാർട്ടി അന്വേഷണ സമിതി ഉടൻ റിപ്പോർട്ട് കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാകരുത് അന്വേഷണമെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് പറഞ്ഞു. കേസ് പോലീസ് എടുക്കുന്ന കേസല്ലേ, അത് അവരെടുത്തോട്ടെ. അതിനൊന്നും നമ്മൾ തടസ്സമൊന്നും പറയുന്നില്ല. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ സത്യസന്ധമായിട്ട് നടക്കണം, അത് മാത്രമേ നമ്മൾ പറയുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് പോകും എന്ന് വരികിൽ ആ കേസെടുത്താൽ സത്യം തെളിയിക്കാനൊരു സന്ദർഭം കിട്ടുമല്ലോ. ആ സന്ദർഭം നമുക്ക് കാത്തിരിക്കുകയാണ്. അത് വരട്ടെ, അതിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഇൻട്രസ്റ്റഡ് ഇൻവെസ്റ്റിഗേഷനായിട്ട് അത് പോകരുത്. പാർട്ടി താല്പര്യങ്ങൾ പരിഗണിച്ച് ആ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് പോകരുത്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കേണ്ടത് നിഷ്പക്ഷമായി സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണെങ്കിൽ ആ അന്വേഷണത്തെ ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുടുംബശ്രീയുടെ വേനൽ മധുരം തണ്ണിമത്തൻ കൃഷിക്ക് കോട്ടയം ജില്ലയിൽ തുടക്കമായി. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ തണ്ണീർമത്തൻ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കുടുംബശ്രീ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പാക്കുന്ന വേനൽ മധുരം തണ്ണിമത്തൻ കൃഷിക്ക് നീണ്ടൂർ പഞ്ചായത്തിലെ മേക്കാവ് കൃഷിയിടത്തിൽ തുടക്കമായി. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിനും കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുന്നതിനുമാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വേനൽ മധുരം പദ്ധതി ആവിഷ്കരിച്ചത്. കോട്ടയം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി 80 ഏക്കർ സ്ഥലത്താണ് ആദ്യഘട്ടത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്. ഷുഗർ ബേബി, കിരൺ എന്നീ ഇനങ്ങളുടെ തൈകളാണ് നടുന്നത്. സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ തണ്ണീർമത്തൻ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന കുടുംബശ്രീ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഏറ്റെടുത്ത് നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ കുടുംബശ്രീ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ വൈവിധ്യങ്ങളായ പദ്ധതികൾ ഏറ്റെടുത്ത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാർജിച്ച ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവുള്ളൂ, അത് കുടുംബശ്രീയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് എത്രയോ പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് അത് ദേശീയ തലത്തിൽ മാതൃകയായി. നമ്മുടെ സരസ്മേള തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം, ഇപ്പോൾ പുതിയത് ചെങ്ങന്നൂരിൽ നടക്കാൻ പോവുകയാണ്. അങ്ങനെ ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി കേരളത്തിലെ കുടുംബശ്രീ മാറിക്കൊണ്ടിരിക്കുന്നു. നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ് അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് K ദിവാകർ, കൃഷി ഓഫീസർ ജോസ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചരിത്രപ്രസിദ്ധമായ ചന്ദനക്കുടം പേട്ടതുള്ളൽ മഹോത്സവങ്ങൾക്കായി എരുമേലി ഒരുങ്ങി. ചന്ദനക്കുടം വെള്ളിയാഴ്ചയും പേട്ടതുള്ളൽ ശനിയാഴ്ചയും നടക്കും. ആഘോഷങ്ങളോടനുബന്ധിച്ച് എരുമേലിയിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്.
പ്രസിദ്ധമായ എരുമേലി ചന്ദനക്കുടത്തിനും പേട്ടതുള്ളൽ ആഘോഷത്തിനുമായി എരുമേലി ഒരുങ്ങി. ചന്ദനക്കുടം വെള്ളിയാഴ്ചയും പേട്ടതുള്ളൽ ശനിയാഴ്ചയും നടക്കും. ചന്ദനക്കുട പേട്ടതുള്ളൽ ആഘോഷങ്ങൾക്ക് പോലീസിന്റെ സുരക്ഷയും നിരീക്ഷണവും കർശനമാക്കി. എരുമേലിയിൽ നിലവിൽ 340 പോലീസ് ഉദ്യോഗസ്ഥരും 180 സ്പെഷ്യൽ പോലീസുകാരുടെ സേവനവും ലഭ്യമാണ്. ഇതുകൂടാതെ ചന്ദനക്കുടം പേട്ടതുള്ളൽ ദിവസങ്ങളായ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും 100 പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി നിയോഗിച്ചു. ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദിന്റെ മേൽനോട്ടത്തിൽ കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി എം അനിൽകുമാറിനെ കൂടാതെ മറ്റൊരു ഡിവൈഎസ്പി കൂടി സേവനത്തിനുണ്ടാകും. 4 HSOമാർ, 7 SIമാർ എന്നിവരും സേവനത്തിന് എരുമേലിയിലെത്തും. ചന്ദനക്കുടം പേട്ടതുള്ളൽ ദിവസങ്ങളിൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പും നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള 4 സേഫ് സോൺ പട്രോളിംഗ് സംഘങ്ങൾക്ക് പുറമെ ജില്ലയിലെ 6 മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ ഓരോ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെയും ഓരോ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെയും വീതം ഉപയോഗിച്ച് 8 സേഫ് സോൺ പട്രോളിംഗ് സംഘങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. 19-ാം തീയതി വരെ ഈ സംഘങ്ങളുടെ സേവനം ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, എരുമേലി. ശബരിമലയിൽ മകരവിളക്കിനോടനുബന്ധിച്ച് തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് 50,000-ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. മകരവിളക്ക് മഹോത്സവത്തിനെത്തുന്ന തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യാഴാഴ്ച മുതൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് 50,000-ആയും തത്സമയ ബുക്കിംഗ് 5,000-ആയും നിജപ്പെടുത്തും. 13-ന് 50,000-ആയും മകരവിളക്ക് ദിവസമായ 14-ന് 40,000-ആയും മകരവിളക്ക് കഴിഞ്ഞ അടുത്ത ദിവസമായ 15-ന് 60,000-ആയും നിയന്ത്രിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച മുതൽ സന്നിധാനത്ത് എത്തുന്നവർ മലയിറങ്ങാതെ മകരവിളക്ക് ദർശിക്കുന്നതിന് സന്നിധാനത്ത് തങ്ങാൻ സാധ്യതയുണ്ട്. മകരവിളക്ക് ദർശിച്ച ശേഷം ഇവർ കൂട്ടത്തോടെ പമ്പയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്ന തീർത്ഥാടകരും മലയിറങ്ങുന്നവരും ചേർന്ന് തിരക്ക് രൂക്ഷമാകാതിരിക്കാൻ 15-ന് പകൽ 3 മുതൽ വൈകിട്ട് 5 വരെയുള്ള സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുന്നവർ വൈകിട്ട് 6-ന് ശേഷം എത്തണം. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്ക് ഇത് സംബന്ധിച്ച് മെസ്സേജ് നൽകിയിട്ടുണ്ട്. 15 മുതൽ തത്സമയ ബുക്കിംഗ് പകൽ 11-ന് ശേഷമേ ഉണ്ടാകുമെന്നും സുഗമമായ അയ്യപ്പ ദർശനം എല്ലാവർക്കും സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷകളെ തകർത്തെറിഞ്ഞ അപകടത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് മുത്തോലി സ്വദേശി അർജുന്റെ കുടുംബം. 4 മാസം മുൻപുണ്ടായ അപകടത്തിലാണ് അർജുൻ മധു എന്ന 26-കാരൻ ഗുരുതരമായി പരിക്കേറ്റ് കിടപ്പിലായത്. തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ പ്രതിസന്ധിയിലാണ് അർജുന്റെ നിർധന കുടുംബം. പഞ്ചായത്തിന്റെ സഹായത്തോടെ രൂപീകരിച്ച സഹായനിധിയിലൂടെ സുമനസുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. കഴിഞ്ഞ ഓഗസ്റ്റ് 11-നാണ് അർജുന്റെ ജീവിതം തകർത്ത അപകടമുണ്ടായത്. മുത്തോലി ആണ്ടൂർക്കവലയിൽ എതിരെ എത്തിയ ബൈക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ അർജുന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. പഠനശേഷം ജോലിക്ക് കയറാനുള്ള ഒരുക്കത്തിനിടെയായിരുന്നു അപകടം. ഈ വർഷം വിദേശത്തേക്ക് പോകാനുള്ള നീക്കങ്ങളും കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു. ICUവിലടക്കം 20 ലക്ഷത്തോളം രൂപ ചെലവായി. കൂലിപ്പണിക്കാരായ മാതാപിതാക്കളും വിദ്യാർത്ഥിയായ സഹോദരനും അടക്കമുള്ള കുടുംബം തുടർ ചികിത്സാ ചെലവുകൾക്ക് പണം കണ്ടെത്താനാകാതെ വലയുകയാണ്. അർജുന്റെ മുഖത്തേറ്റ പരിക്കിന് സർജറി ഇനിയും ബാക്കിയുണ്ട്. അസ്ഥികൾക്കും പല്ലുകൾക്കും സ്ഥാനഭ്രംശം സംഭവിച്ചു. വയറ്റിലിട്ടിരിക്കുന്ന ട്യൂബിലൂടെ ഭക്ഷണം ദ്രവരൂപത്തിൽ നൽകുന്നതിലൂടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ദിവസേന ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനും തുക കണ്ടെത്തണം. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് ലക്ഷങ്ങൾ ഇനിയും വീട്ടാനുണ്ട്. സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും സഹായത്താലാണ് ഇതുവരെ മുന്നോട്ടു പോയത്. അർജുന്റെ ചികിത്സാ സഹായത്തിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. അർജുന്റെ ചികിത്സക്കായി സഹായം നൽകാൻ തയ്യാറുള്ള സുമനസുകൾ കേരള ഗ്രാമീൺ ബാങ്ക് പാലാ ശാഖയിലെ 405101050701 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായം നൽകേണ്ടതാണ്. IFSC കോഡ് KLGB 0040534. 15 ലക്ഷം രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനങ്ങളെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ പറഞ്ഞു. കുട്ടിയുടെ തുടർ ചികിത്സ ഇപ്പം ഫിസിയോതെറാപ്പിയൊക്കെ ആയിട്ട് ഡെയിലി ചെയ്യേണ്ട 500 രൂപ വെച്ച് ഫിസിയോതെറാപ്പിക്ക് തന്നെയാകുന്നുണ്ട്. അതുകൂടാതെ തുടർ ചികിത്സയ്ക്കും വേറെ പൈസയും ചിലവാകുന്നുണ്ട്. ഏതായാലും മെമ്പർമാർ 4 വാർഡ് 3 മെമ്പർമാരുടെ പേരിൽ ഒരു അക്കൗണ്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ അക്കൗണ്ടിൽ സുമൻസുകളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുത്തോലി പഞ്ചായത്ത് അതുപോലെ അവരുടെ വീട്ടുകാരും അച്ഛനും അമ്മയും നാട്ടുകാരും ഒക്കെ എല്ലാവരും സഹായിച്ചു. പക്ഷേ ആ സഹായം കൊണ്ടൊന്നും ആയില്ല. ഇനി സഹായങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള തുടർ ചികിത്സ നടത്താൻ സാധിക്കുള്ളൂ. അപ്പം ഒരു ചെറുപ്പക്കാരന് 26 വയസ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
അർജുനെ ഇടിച്ച് വാഹനം ഓടിച്ചിരുന്ന യുവാവിന് ലൈസൻസ് ഇല്ലാതിരുന്നതും ഇൻഷുറൻസ് ലഭിക്കാത്തതും കുടുംബത്തെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ബ്രെയിൻ ഇഞ്ചുറി ആയിരുന്നു. ഇപ്പം നിലവിൽ കോൺഷ്യസ് ആയിട്ടില്ല. ഡേ ബൈ ഡേ ബെറ്ററായി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആകുമെന്നും ഫ്യൂച്ചറിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുമെന്നും ഇപ്പോഴും പറയാൻ പറ്റില്ല. ഇപ്പോഴും പിന്നെ കണ്ണിൻ്റെ കാര്യം ഇപ്പം ഡോക്ടറാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ഡൗട്ടാ ബെറ്ററായി വരും, ബ്രെയിൻ ബെറ്ററായി വരുന്നതനുസരിച്ച് ബെറ്ററായി കണ്ണിൻ്റെ ഐസൈറ്റും ബെറ്ററായി വരും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം ആൾ ഇപ്പോഴും നടക്കാറും ചിരിക്കാറൊന്നും ആയിട്ടില്ല. സന്മനസ്സുള്ളവരുടെ സഹായത്തോടെ മകനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ നിർധന കുടുംബം. ന്യൂസ് ബ്യൂറോ, പാലാ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയത്തേരിലേറി പാലാ സെന്റ് മേരീസ് ഹൈസ്കൂൾ. ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരക്കളിയിലും വൃന്ദവാദ്യത്തിലുമാണ് സെന്റ് മേരീസ് സ്കൂളിലെ കുട്ടികൾ മിന്നുന്ന വിജയം നേടിയത്. സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടി വിജയിച്ചതിന്റെ അഭിമാനത്തിലാണ് പാലാ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ. ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരയിലും വൃന്ദവാദ്യത്തിലുമാണ് സെന്റ് മേരീസിലെ കുട്ടികൾ പങ്കെടുത്തത്. തുടർച്ചയായി 9ാം വർഷമാണ് തിരുവാതിരകളിയിൽ ജേതാക്കളാകുന്നത്. വൃന്ദവാദ്യത്തിൽ തുടർച്ചയായി 2ാം തവണയാണ് ജേതാക്കളാവുന്നത്. ഉപജില്ല, ജില്ലാ കലോത്സവങ്ങളിലെ മിന്നും വിജയത്തിന് ശേഷമാണ് സംസ്ഥാന തലത്തിലെ വിജയമെന്നത് വിജയത്തിന് മാറ്റുകൂട്ടുന്നു. വിവിധ ജില്ലകളിലെ ഒപ്പന, തിരുവാതിര കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സവിതാ നൂറുദ്ദീനാണ് കുട്ടികളെ തിരുവാതിര അഭ്യസിപ്പിച്ചത്. പിന്നെ ദൈവത്തിനോടാണ് നന്ദി. ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടു, അതിനുള്ളൊരു ഫലം ഈ ഒരു സംസ്ഥാന കലോത്സവത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി. പിന്നെ ഞങ്ങളോട് എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൽഫി സിസ്റ്റർ, ഓരോ പ്രാക്ടീസിനും ഞങ്ങളോട് വന്നിരുന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾക്ക് കറക്ഷൻസ് പറഞ്ഞു തരികയും ചെയ്യുന്ന ആൽഫി സിസ്റ്റർ, ടീച്ചറിനോടാണ് ആദ്യം നന്ദി പറയുന്നത്. പിന്നെ ഞങ്ങളുടെ HM സിസ്റ്റർ, ലിസ്യു സിസ്റ്റർ, എത്ര രാത്രി ഞങ്ങൾ മത്സരം കഴിഞ്ഞിട്ട് വരുമ്പോഴാണേലും ഞങ്ങളുടെ അടുത്ത് ഇറങ്ങി വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് ഞങ്ങളെ സഹായിക്കുന്ന ടീച്ചറിനോട് ഒരു നന്ദി. പിന്നെ ഞങ്ങളെ തിരുവാതിര പഠിപ്പിച്ച് ഞങ്ങളെ അഭ്യസിപ്പിച്ച സവിത ടീച്ചറിൻ്റെ ഒരു വലിയ പ്രയത്നം ഞങ്ങൾക്ക് വേണ്ടി ടീച്ചർ തന്നിട്ടുണ്ട്. പിന്നെ ടീച്ചർ ഓരോ തവണ ഇത്രയും ദൂരം തൃശ്ശൂരിൽ നിന്നാണ് ടീച്ചർ വരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ വരെ വന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ഓരോരുത്തരെയും ടീച്ചർ ഏറ്റവും നല്ല രീതിയിൽ നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു വിജയം നേടിത്തന്നത്. സ്കൂളുകളിലെ സംഗീത ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് വൃന്ദവാദ്യത്തിന്റെ പരിശീലനവും കുട്ടികളുടെ തിരഞ്ഞെടുപ്പും നടക്കുന്നത്. പരിപാടികൾക്ക് സിസ്റ്റർ ലിസ്യു ജോസ്, സിസ്റ്റർ ആൽഫി, സിസ്റ്റർ അഞ്ജു എസ് നായർ, സിസ്റ്റർ സിസി, സിസ്റ്റർ ജൂലി, സിസ്റ്റർ റോസ്ലിറ്റ് എന്നിവർ നേതൃത്വം നൽകുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് തിരുവാതിരയിൽ 10 കുട്ടികൾ, വൃന്ദവാദ്യത്തിൽ 7 കുട്ടികൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ തിരുവനന്തപുരത്ത് പങ്കെടുത്തു. ഒപ്പം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നിരഞ്ജന, നമ്മുടെ അഞ്ജു ടീച്ചറിൻ്റെ മോളാണ്, തുടർച്ചയായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. തിരുവാതിരയെ സംബന്ധിച്ച് പറയുമ്പോൾ 9 വർഷത്തോളമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തിരുവാതിരയിൽ സ്റ്റേറ്റിന് പങ്കെടുത്ത് എ ഗ്രേഡുകൾ കരസ്ഥമാക്കുന്നുണ്ട്. ഇത് പ്രത്യേകം പരിശീലിപ്പിക്കുന്നത് നമ്മുടെ തന്നെ സ്കൂളിലെ സിസ്റ്റർ ആൽഫിയുടെ നേതൃത്വത്തിലാണ്. അതുപോലെ വൃന്ദവാദ്യം നമ്മുടെ അഞ്ജു ടീച്ചറും അതുപോലെ തന്നെ സോയി സാറ്, രാഗമാലികയിലെ സലീം സാറ്, സന്തോഷ് സാറ് ഇവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോവിഡിന് ശേഷം തുടർച്ചയായിട്ട് 3ാം തവണയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. ശബരിമല തീർത്ഥാടനം നടത്തുന്ന പ്രസിദ്ധമായ ആലങ്ങാട്ട് സംഘം പാലാ ഏഴാച്ചേരി കാവിൻപുറം ക്ഷേത്രത്തിൽ കാണിക്കിഴി സമർപ്പിച്ചു. ആലങ്ങാട്ട് സംഘം വഴിമധ്യേ കാണിക്കിഴി സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണിത്.
എരുമേലി പേട്ടകെട്ടിനും മലയാത്രയ്ക്കും മുന്നോടിയായി പ്രസിദ്ധമായ ആലങ്ങോട് സംഘം പാല ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ രാവിലെ കാണിക്കിഴി സമർപ്പിച്ചു. ശബരിമല യാത്രയ്ക്ക് പോകുന്ന ആലങ്ങാട്ട് സംഘം വഴിമധ്യേ കാണിക്കിഴി സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണ് ഇത്. യോഗ പ്രതിനിധി പുറയാറ്റിക്കളരി രാജേഷ് കുറുപ്പ്, വെളിച്ചപ്പാട് ദേവദാസ്, പൂജാരി രമേശൻ, സന്തോഷ് നിലയിടത്ത്, ഹരീഷ് കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 15-അംഗ ആലങ്ങാട്ട് സംഘമാണ് ഉമാമഹേശ്വരന്മാർക്ക് കാണിക്കക്കിഴി സമർപ്പിക്കാൻ എത്തിയത്. ആലങ്ങാട്ട് സംഘത്തെ കാവിൻപുറം ദേവസ്വം ഭാരവാഹികളായ TN സുകുമാരൻ നായർ, ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ, സുരേഷ് ലക്ഷ്മി നിവാസ്, ത്രിവിക്രമൻ നായർ, ജയചന്ദ്രൻ വരകപ്പള്ളിൽ, CG വിജയകുമാർ, TS ശിവദാസ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ആലങ്ങാട്ട് സംഘം പതിറ്റാണ്ടുകളായി കാവിൻപുറം ക്ഷേത്രത്തിൽ കാണിക്കിഴി സമർപ്പിക്കാനായി എത്തുന്നുണ്ട്. ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒരു പിടി നാണയവും അക്ഷതവും ചേർത്ത് കെട്ടിയ കാണിക്കിഴി ഉമാമഹേശ്വരന്മാർക്ക് സംഘം സമർപ്പിച്ചു. ഉപദേവതകളെ വലം വെച്ച് തൊഴുതതിനു ശേഷമാണ് സോപാനത്തിലെത്തി യോഗ പ്രതിനിധി രാജേഷ് കുറുപ്പും സംഘവും കാണിക്കിഴി സമർപ്പിച്ചത്. മലയാത്ര നടത്തുന്ന തങ്ങൾ അയ്യപ്പന്റെ പിതൃസ്ഥാനീയർ എന്ന നിലയിലാണ് പ്രസിദ്ധമായ ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കാണിക്കിഴി സമർപ്പിക്കുന്നതെന്ന് ആലങ്ങാട്ട് സമൂഹപ്പെരിയൻ രാജേഷ് പുറയാറ്റിക്കളരി സ്വാമികൾ പറഞ്ഞു. കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞവർ ഞങ്ങൾ മഹാദേവൻ്റെ ആളുകളാണ്. അപ്പോൾ ഇവിടെ മഹാദേവൻ്റെ അടുത്ത് വരുമ്പോൾ ഉമാദേവിയോടുകൂടി മഹേശ്വരൻ ഇരിക്കുന്ന ഒരു ക്ഷേത്രം വളരെയധികം ചൈതന്യവും നമ്മൾക്ക് മനസ്സിന് കുളിർമയേകുന്ന അല്ലെങ്കിൽ നമ്മൾ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ ഇവിടെയുള്ള ഭക്തജനങ്ങൾ അയ്യപ്പസ്വാമിക്ക് അവരുടെ ദോഷം തീരുവാനായിട്ട് നിങ്ങൾ കണ്ട മാതിരി ഇവിടെ എള്ളുതിരി വെച്ച് നമ്മളിപ്പോൾ ആ എള്ളുതിരിയുടെ മഹാത്മ്യം എന്ന് വെച്ചാൽ അയ്യപ്പസ്വാമിയുടെ പൂജ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് എള്ള്. കാണിക്കിഴി സമർപ്പിച്ച ആലങ്ങാട് സംഘത്തിന് മേൽശാന്തി വടക്കേലില്ലം നാരായണൻ നമ്പൂതിരി പ്രസാദം വിതരണം ചെയ്തു. തുടർന്ന് സമൂഹ നീരാഞ്ജനം നടന്നു. അയ്യപ്പന്റെ ചൈതന്യം വഹിച്ചു വന്ന ഗോളകയിൽ ഭക്തർക്ക് നേരിട്ട് നീരാഞ്ജനം നടത്തുകയായിരുന്നു. കാവിൻപുറം ക്ഷേത്രത്തിലെത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള മുഴുവൻ ഭക്തരും അയ്യപ്പന് നേരിട്ട് നീരാഞ്ജനം ഒഴിഞ്ഞു. പറയെടുപ്പും ഉണ്ടായിരുന്നു. ആലങ്ങാട് സംഘത്തിന്റെ യാത്രയിൽ മറ്റൊരിടത്തും ഭക്തർക്ക് നേരിട്ട് അയ്യപ്പ വിഗ്രഹത്തിൽ നീരാഞ്ജനം നടത്താനുള്ള അവസരമില്ല. ആലങ്ങാട് പ്രാതലിന് ശേഷം സംഘം മലയാത്ര തുടർന്നു. പയപ്പാർ, പോണാട്, നെച്ചിപ്പുഴൂർ, ചിറക്കരക്കാവ്, ലാലം മഹാദേവ ക്ഷേത്രം, മുരിക്കുംപുഴ ക്ഷേത്രം എന്നിവിടങ്ങളിലും ആലങ്ങാട് സംഘം ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: കെൽട്രോൺ സെന്ററിൽ നോർക്ക റൂട്ട്സ് അറ്റസ്റ്റേഷന് യോഗ്യമായ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0481230431. റബ്ബർ മരങ്ങളെ ബാധിക്കുന്ന ശീതകാല രോഗങ്ങൾ, അവയുടെ പരിപാലനം, പ്രതിരോധം എന്നിവയെക്കുറിച്ച് അറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററുമായി ബന്ധപ്പെടാം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് നാളെ രാവിലെ 10 മുതൽ 1 വരെ ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ E. എഡ്വിൻ പ്രേം മറുപടി നൽകും. ഫോൺ 048125666622. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് DCC ട്രഷററുടെയും മകന്റെയും മരണം. കോൺഗ്രസിന്റെ അന്വേഷണ സമിതി കുടുംബത്തോടൊപ്പം മാധ്യമങ്ങളെ കണ്ട ശേഷം കേസെടുത്തതിൽ ദുരൂഹതയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കേസ് കോൺഗ്രസ് രാഷ്ട്രീയമായി നേരിടും. കോട്ടയം ജില്ലയിൽ വേനൽ മധുരം തണ്ണിമത്തൻ കൃഷി തുടങ്ങി. കുടുംബശ്രീ പദ്ധതി. സംസ്ഥാനത്തെ കുടുംബശ്രീ രാജ്യത്തിനാകെ മാതൃകയെന്ന് മന്ത്രി VN വാസവൻ. ചന്ദനക്കുളത്തിനും പേട്ടകെട്ടിനും ഒരുങ്ങി എരുമേലി. സുരക്ഷാ ശക്തം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.